Advanced concepts and numerical patterns. Question number 1. Topic Kirchhoff's voltage law calculation. ഒരു ക്ലോസ്ഡ് ലൂപ്പിൽ 12 വോൾട്ട് ബാറ്ററിയും 2 ഓം 4 ഓം വീതമുള്ള 2 റെസിസ്റ്ററുകളും സീരീസായി കണക്ട് ചെയ്തിരിക്കുന്നു. KVL അനുസരിച്ച് 4 ഓം റെസിസ്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്രയായിരിക്കും? ഓപ്ഷൻ എ 4 വോൾട്ടേജ്. റീസൺ തെറ്റാണ്. ഓപ്ഷൻ ബി 8 വോൾട്ട് ശരിയാണ്. ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് 2 + 4 = 6 ഓം. ടോട്ടൽ കറണ്ട് I V/R 12/6 = 2. അപ്പോൾ 4 ഓം റെസിസ്റ്ററിലെ വോൾട്ടേജ് ഡ്രോപ്പ് I × R = 2 ആംപിയർ × 4 ഓം = 8 വോൾട്ട്. ഓപ്ഷൻ സി 12 വോൾട്ട് തെറ്റാണ്. ഇത് ടോട്ടൽ വോൾട്ടേജ് ആണ്. ഓപ്ഷൻ ഡി 6 വോൾട്ട് തെറ്റാണ്. ഹിന്റ് സീരീസ് സർക്യൂട്ടിൽ വലിയ റെസിസ്റ്റൻസിന് കുറുകെ വലിയ വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും ഉണ്ടാകുക. ക്വസ്റ്റ്യൻ നമ്പർ 2. ടോപ്പിക് ഇലക്ട്രിക്കൽ എനർജി യൂണിറ്റ്സ്. താഴെ പറയുന്നവയിൽ ഇലക്ട്രിക്കൽ എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ വാട്ട് സെക്കൻഡ് തെറ്റാണ്. ഇത് എനർജിയുടെ യൂണിറ്റ് ആണ്. 1 വാട്ട് സെക്കൻഡ് = 1 ജൂൾ. ഓപ്ഷൻ ബി കിലോവാട്ട് അവർ അതും തെറ്റാണ്. ഇത് കൊമേഴ്ഷ്യൽ എനർജി യൂണിറ്റ് ആണ്. ഓപ്ഷൻ സി ജൂൾ അതും തെറ്റാണ്. ഇത് എനർജിയുടെ അടിസ്ഥാന യൂണിറ്റ് ആണ്. ഓപ്ഷൻ ഡി കിലോവാട്ട് ഉത്തരം ശരിയാണ്. ചോദ്യത്തിൽ അല്ലാത്തത് ചോദിച്ചതിനാൽ ഇതാണ് ഉത്തരം. കാരണം കിലോവാട്ട് എന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്, എനർജിയുടെ അല്ല. പവറിൻ്റെ യൂണിറ്റിനൊപ്പം സമയം കൂടി ഗുണിച്ചാൽ മാത്രമേ അത് എനർജി യൂണിറ്റ് ആകുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. ടോപ്പിക് സ്കിൻ എഫക്റ്റ് ഇൻ കണ്ടക്ടേഴ്സ്. ഒരു കണ്ടക്ടറിലൂടെ ഹൈ ഫ്രീക്വൻസി AC കറണ്ട് കടന്നു പോകുമ്പോൾ കറണ്ട് കണ്ടക്ടറിൻ്റെ ഉള്ളിലൂടെ ഒഴുകാതെ ഉപരിതലത്തിലൂടെ സർഫസിലൂടെ മാത്രം ഒഴുകാൻ ശ്രമിക്കുന്ന പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ എ പ്രോക്സിമിറ്റി എഫക്റ്റ് തെറ്റാണ്. ഇത് അടുത്തടുത്തുള്ള 2 കണ്ടക്ടറുകൾ തമ്മിലുള്ള കറണ്ട് ഡിഫറൻസ് ആണ്. ഓപ്ഷൻ ബി സ്കിൻ ഇഫക്റ്റ് ഉത്തരം ശരിയാണ്. ഇതിനെ സ്കിൻ എഫക്റ്റ് എന്ന് വിളിക്കുന്നു. DC കറണ്ടിൽ ഈ എഫക്റ്റ് ഉണ്ടാകാറില്ല. DCയിൽ കറണ്ട് ഒരേപോലെ എല്ലാ ഭാഗത്തുകൂടിയും ഒഴുകും. ഓപ്ഷൻ സി കൊറോണ എഫക്റ്റ് തെറ്റാണ്. കൊറോണ എഫക്റ്റ് എന്നാൽ ഹൈ വോൾട്ടേജ് ലൈനുകളിലെ തിളക്കവും ശബ്ദവുമാണ്. ഓപ്ഷൻ ഡി ഹീറ്റിംഗ് എഫക്റ്റ് ഇതും തെറ്റാണ്. ഹിന്റ് ഇതിനാൽ തന്നെയാണ് ഓവർഹെഡ് ലൈനുകളിൽ ഒരൊറ്റ കട്ടിയുള്ള കമ്പിക്ക് പകരം പല മെലിഞ്ഞ കമ്പികൾ പിരിച്ചെടുത്ത സ്റ്റാൻഡേർഡ് കേബിളുകൾ ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ടോപ്പിക് വയർ കറണ്ട് റേറ്റിംഗ് ആൻഡ് മെറ്റീരിയൽ. ഒരേ കനമുള്ള സെയിം ക്രോസ് സെക്ഷണൽ ഏരിയയുള്ള ഒരു കോപ്പർ വയറും ഒരു അലുമിനിയം വയറും എടുത്താൽ കൂടുതൽ കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഏത് വയറിനായിരിക്കും? ഓപ്ഷൻ എ അലുമിനിയം വയർ തെറ്റാണ്. അലുമിനിയത്തിന് കോപ്പറിനേക്കാൾ റെസിസ്റ്റൻസ് കൂടുതലാണ്. ഓപ്ഷൻ ബി കോപ്പർ വയർ ശരിയാണ്. കോപ്പറിൻ്റെ റെസിസ്റ്റിവിറ്റി കുറവായതിനാൽ അതിന് കൂടുതൽ കറണ്ട് സുരക്ഷിതമായി കടത്തിവിടാൻ കഴിയും. അതുകൊണ്ട് ഒരേ ലോഡിന് അലുമിനിയത്തിനേക്കാൾ ചെറിയ കോപ്പർ വയർ മതിയാകും. ഓപ്ഷൻ സി രണ്ടിനും ഒരേ കപ്പാസിറ്റി ആയിരിക്കും. അതും തെറ്റാണ്. ഓപ്ഷൻ ഡി ഇൻസുലേഷനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു തെറ്റാണ്. ഹിന്റ് കോപ്പർ വയറിൻ്റെ കണ്ടക്ടിവിറ്റി അലുമിനിയത്തേക്കാൾ മികച്ചതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ടോപ്പിക് റെസിസ്റ്റൻസ് ഫോർമുല ആപ്ലിക്കേഷൻ. ഒരു നിശ്ചിത
ക്വസ്റ്റ്യൻ നമ്പർ 5 റെസിസ്റ്റൻസ് ഫോർമുല ആപ്ലിക്കേഷൻ. ഒരു നിശ്ചിത വയറിൻ്റെ നീളം ലെങ്ത് മാറ്റാതെ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൃത്യം പകുതിയാക്കിയാൽ ആ വയറിൻ്റെ റെസിസ്റ്റൻസിന് എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ പകുതിയാകും, തെറ്റാണ്. ഓപ്ഷൻ ബി മാറ്റമില്ലാതെ തുടരും, അതും തെറ്റാണ്. ഓപ്ഷൻ സി ഇരട്ടിയാകും, ഉത്തരം ശരിയാണ്. റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് വിപരീത അനുപാതത്തിലാണ് R = 1/A. ഏരിയ പകുതിയാകുമ്പോൾ കറന്റിന് ഒഴുകുവാനുള്ള വഴി ചുരുങ്ങുന്നു, അതിനാൽ പ്രതിരോധം 2 മടങ്ങായി വർദ്ധിക്കും. ഓപ്ഷൻ ഡി 4 മടങ്ങാകും, അതും തെറ്റാണ്. ഹിന്റ്: പൈപ്പിൻ്റെ വണ്ണം കുറയുമ്പോൾ വെള്ളത്തിന് ഉണ്ടാകുന്ന തടസ്സം ആലോചിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6 ഒരു കേബിളിൻ്റെ ഇൻസുലേഷൻ ലൈഫ് പെട്ടെന്ന് നശിച്ചു പോകുവാനും ലീക്കേജ് കറന്റ് ഉണ്ടാകുവാനും കാരണമാകുന്ന ഏറ്റവും പ്രധാന ഘടകം ഏതാണ്? ഓപ്ഷൻ എ എക്സസീവ് വോൾട്ടേജ് ഡ്രോപ്പ്, ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ബി ഹൈ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഓർ ഓവർ ഹീറ്റിംഗ്, ഉത്തരം ശരിയാണ്. കേബിളിലൂടെ അമിത കറന്റ് ഒഴുകി ചൂടാകുമ്പോഴോ അന്തരീക്ഷത്തിലെ ഉയർന്ന താപം കാരണമായോ ഇൻസുലേഷൻ മെറ്റീരിയൽ പെട്ടെന്ന് കട്ടി കുറഞ്ഞ് ഡാമേജ് ആകുന്നു. ഓപ്ഷൻ സി ലോ ഫ്രീക്വൻസി, തെറ്റാണ്. ഓപ്ഷൻ ഡി കറന്റിൻ്റെ ദിശ മാറുമ്പോൾ, തെറ്റാണ്. ഹിന്റ്: വയറുകൾ അവയുടെ ആംബാസിറ്റിക്ക് മുകളിൽ ലോഡ് ചെയ്യുമ്പോൾ ചൂടായി ഇൻസുലേഷൻ ഉരുകിപ്പോകുന്നത് ഓർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 7 ടോപ്പിക് ഓംസ് ലോ ആൻഡ് പവർ റിലേഷൻ. ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് സ്ഥിരമായി നിർത്തിക്കൊണ്ട് റെസിസ്റ്റൻസ് പകുതിയാക്കിയാൽ സർക്യൂട്ട് ഉപയോഗിക്കുന്ന പവറിന് എന്ത് മാറ്റം വരും? ഓപ്ഷൻ എ പകുതിയാകും, തെറ്റാണ്. ഓപ്ഷൻ ബി ഇരട്ടിയാകും, ഉത്തരം ശരിയാണ്. പവർ ഫോർമുല P = V²/R ആണ്. വോൾട്ടേജ് മാറാതെ ഇരിക്കുമ്പോൾ പവറും റെസിസ്റ്റൻസും വിപരീത അനുപാതത്തിലാണ്. റെസിസ്റ്റൻസ് പകുതിയായാൽ പവർ 2 മടങ്ങായി കൂടും, കാരണം കറന്റ് ഡബിൾ ആകുന്നു. ഓപ്ഷൻ സി 4 മടങ്ങാകും, തെറ്റാണ്. ഓപ്ഷൻ ഡി മാറ്റമില്ലാതെ തുടരും, അതും തെറ്റാണ്. ഹിന്റ്: ഹീറ്ററുകളിൽ കട്ടി കൂടിയ കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ള കോയിലുകൾ കൂടുതൽ പവർ തരുന്നതിൻ്റെ കാരണം ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ടോപ്പിക് വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ കേബിൾസ്. വൈദ്യുത സപ്ലൈ ലൈനുകളിൽ വലിയ ദൂരത്തേക്ക് കറന്റ് കൊണ്ടുപോകുമ്പോൾ കേബിളിൻ്റെ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന വോൾട്ടേജ് നഷ്ടത്തെ എന്തു വിളിക്കുന്നു? ഓപ്ഷൻ എ പവർ ഫാക്ടർ, തെറ്റാണ്. ഓപ്ഷൻ ബി വോൾട്ടേജ് ഡ്രോപ്പ്, ഉത്തരം ശരിയാണ്. റീസൺ: ലൈനിലെ വോൾട്ടേജ് കുറയുന്ന ഈ പ്രതിഭാസമാണ് വോൾട്ടേജ് ഡ്രോപ്പ്. ഇത് അനുവദനീയമായ പരിധിയിൽ നിർത്താൻ വലിയ ദൂരങ്ങളിലേക്ക് കട്ടിയുള്ള വയറുകൾ ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി ലൈൻ സർജ്, തെറ്റാണ്. ഓപ്ഷൻ ഡി ഡയലക്ട്രിക് ബ്രേക്ക് ഡൗൺ, അതും തെറ്റാണ്. ഹിന്റ്: സബ്സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്ന വോൾട്ടേജ് വീടുകളിൽ എത്തുമ്പോൾ അല്പം കുറഞ്ഞു കാണുന്നത് ഇതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 ടോപ്പിക് സെമി കണ്ടക്ടേഴ്സ് ഡോപ്പിംഗ്. ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ കണ്ടക്ടിവിറ്റി കൂട്ടാനായി ചെറിയ അളവിൽ മറ്റു മൂലകങ്ങൾ ചേർക്കുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ അയണൈസേഷൻ, ആൻസർ തെറ്റാണ്. ഓപ്ഷൻ ബി ഡോപ്പിംഗ്, ശരിയാണ്. ഈ പ്രക്രിയയെ ഡോപ്പിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഡോപ്പ് ചെയ്തുണ്ടാക്കുന്ന സെമി കണ്ടക്ടറുകളെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് N ടൈപ്പ് അല്ലെങ്കിൽ P ടൈപ്പ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി ബയാസിംഗ്, തെറ്റാണ്. ഇത് വോൾട്ടേജ് നൽകുന്ന രീതിയാണ്. ഓപ്ഷൻ ഡി റെക്ടിഫിക്കേഷൻ, അതും തെറ്റാണ്. റീസൺ: ഇത് AC-യെ DC ആക്കുന്ന രീതിയാണ്. ഹിന്റ്: സ്പോർട്സ് താരങ്ങൾ കപ്പാസിറ്റി കൂട്ടാൻ മരുന്ന് ഉപയോഗിക്കുന്നതിന് പറയുന്ന അതേ വാക്കാണ് ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 10 ടോപ്പിക് വയർ ഓർ കേബിൾ സ്പെസിഫിക്കേഷൻ XLPE. ഇലക്ട്രിക്കൽ പവർ കേബിളുകളിൽ ഇൻസുലേഷൻ മെറ്റീരിയൽ ആയി ഉപയോഗിക്കുന്ന XLPE എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ എ എക്സ് ലിങ്ക്ഡ് പോളിത്തിലീൻ, ഉത്തരം ശരിയാണ്. ക്രോസ് ലിങ്ക്ഡ് പോളിത്തിലീൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. സാധാരണ PVC-യേക്കാൾ ഉയർന്ന താപനില താങ്ങാൻ ഇതിന് കഴിയും. അതുകൊണ്ട് അണ്ടർഗ്രൗണ്ട് ഹൈ വോൾട്ടേജ് കേബിളുകളിൽ ഇത് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ബി എക്സ്ട്രാ ലോങ് പോളിത്തിലീൻ, ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ സി എക്സ് ലെയർ പോളിസ്റ്റർ, തെറ്റാണ്. ഓപ്ഷൻ ഡി എക്സ്റ്റെൻഡഡ് ലീഡ്
പോളിത്തിലിൻ, അതും തെറ്റാണ്. ഹിന്റ് പവർ കേബിളുകളുടെ സ്പെസിഫിക്കേഷനിൽ PVC കേബിൾ, XLPE കേബിൾ എന്നിങ്ങനെ സാധാരണയായി കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 11. ടോപ്പിക് കിർച്ചോഫ്സ് കറന്റ് ലോ സയൻസ്. KCL ലൂപ്പ് മാത്തമാറ്റിക്കൽ ഇക്വേഷനുകൾ എഴുതുമ്പോൾ സാധാരണയായി ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്ന ഇൻകമിംഗ് കറന്റുകളെയും ജംഗ്ഷനിൽ നിന്ന് പുറത്തു പോകുന്ന ഔട്ട്ഗോയിങ് കറന്റുകളെയും ഏത് ചിഹ്നങ്ങൾ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ഇൻകമിങ്ങിനെ നെഗറ്റീവായും ഔട്ട്ഗോയിങ്ങിനെ പോസിറ്റീവായും. ആൻസർ തെറ്റാണ്. റീസൺ സാധാരണയായി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യാറ്. ഓപ്ഷൻ ബി ഇൻകമിങ്ങിനെ പോസിറ്റീവായും ഔട്ട്ഗോയിങ്ങിനെ നെഗറ്റീവായും ചിത്രീകരിക്കുന്നു. ഓപ്ഷൻ ശരിയാണ്. സ്റ്റാൻഡേർഡ് കൺവേർഷൻ അനുസരിച്ച് നോഡിലേക്ക് വരുന്ന കറന്റ് പോസിറ്റീവായും നോഡിൽ നിന്ന് അകന്നു പോകുന്ന കറന്റ് നെഗറ്റീവായും എടുക്കുന്നു. തിരിച്ചെടുത്താലും ഉത്തരം ഒന്നു തന്നെയായിരിക്കും. ഓപ്ഷൻ സി രണ്ടും പോസിറ്റീവായി എടുക്കുന്നു. അതു തെറ്റാണ്. ഓപ്ഷൻ ഡി ചിഹ്നങ്ങൾ ഉപയോഗിക്കാറില്ല. അതും തെറ്റാണ്. ഹിന്റ് ബാങ്കിലേക്ക് പണം വരുന്നത് പ്ലസ് ആയും അക്കൗണ്ടിൽ നിന്ന് പോകുന്നത് മൈനസ് ആയും ഓർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 12. ടോപ്പിക് ഇലക്ട്രിക്കൽ പവർ കാൽക്കുലേഷൻ. ഒരു വീട്ടിലെ സിംഗിൾ ഫേസ് ലൈനിൽ 230 വോൾട്ട് പ്രവർത്തിക്കുന്ന ഒരു മോട്ടോർ 5 ആംപിയർ കറന്റ് എടുക്കുന്നു എങ്കിൽ ആ മോട്ടോറിൻ്റെ പവർ കൺസപ്ഷൻ എത്ര വാട്ട്സ് ആയിരിക്കും? അസ്യൂം പ്യുവർലി റെസിസ്റ്റീവ് ലോഡ്. ഓപ്ഷൻ എ 1150 വാട്ട്സ്. ഉത്തരം ശരിയാണ്. റീസൺ ഫോർമുല P = V × I ആണ്. ഇവിടെ 230 വോൾട്ട് × 5 ആംപിയർ = 1150 വാട്ട് അല്ലെങ്കിൽ 1.15 കിലോ വാട്ട് ആണ്. ഓപ്ഷൻ ബി 46 വോട്ട് തെറ്റാണ്. വോൾട്ടേജിനെ കറന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് കിട്ടില്ല. ഓപ്ഷൻ സി 2300 വാട്ട്സ് തെറ്റാണ്. ഓപ്ഷൻ ഡി 115 വാട്ട് അതും തെറ്റാണ്. ഹിന്റ് വോൾട്ടേജും കറന്റും നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 13. റെസിസ്റ്റൻസ് ഇൻ പാരലൽ. 10 ഓം വീതമുള്ള 5 റെസിസ്റ്ററുകൾ പാരലൽ ആയി കണക്ട് ചെയ്താൽ അതിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഓപ്ഷൻ എ 50 ഓം തെറ്റാണ്. സീരീസായി കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓപ്ഷൻ ബി 2 ഓംസ് ശരിയാണ്. ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്ററുകൾ പാരലൽ ആയി വന്നാൽ RT = R/N. R = 1 റെസിസ്റ്റൻസ് വാല്യൂ, ദാറ്റ് ഈസ് RT = 10/5 = 2 ആണ്. R = റെസിസ്റ്റൻസ് വാല്യൂ, N = എണ്ണം, റെസിസ്റ്ററുകളുടെ എണ്ണം. ഹിന്റ് പാരലലായി ഒരേ റെസിസ്റ്ററുകൾ കൂടുമ്പോൾ ടോട്ടൽ പ്രതിരോധം എണ്ണത്തിന് ആനുപാതികമായി കുറയും. ക്വസ്റ്റ്യൻ നമ്പർ 14. ടോപ്പിക് കണ്ടക്ടൻസ് ആൻഡ് റെസിസ്റ്റൻസ് റിലേഷൻ. ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് 0.25 ഓം ആണെങ്കിൽ ആ വയറിൻ്റെ കണ്ടക്ടൻസ് എത്ര സീമെൻസ് ആയിരിക്കും? ഓപ്ഷൻ 0.25 സീമൻ തെറ്റാണ്. ഓപ്ഷൻ ബി 4s ശരിയാണ്. കണ്ടക്ടൻസ് G = 1/R ആണ്. അപ്പോൾ G = 1/0.25 = 4. ഹിന്റ് ഒന്നിനെ തന്നിരിക്കുന്ന റെസിസ്റ്റൻസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 15. ടോപ്പിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ്. താഴെ പറയുന്നവയിൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ സിലിക്കണിലേക്ക് ചേർക്കേണ്ട ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി 3 വാലൻസ് ഇലക്ട്രോണുകൾ ഉള്ള മൂലകം ഏതാണ്? ഓപ്ഷൻ ഫോസ്ഫറസ് തെറ്റാണ്. ഇത് പെൻറ്റാവാലന്റ് 5 ഇലക്ട്രോൺ ആണ്. ഇത് N ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി ആഴ്സനിക് തെറ്റാണ്. ഇതും N ടൈപ്പ് ഇംപ്യൂരിറ്റി ആണ്. ഓപ്ഷൻ ബി ബോറോൺ ഓർ ഇൻഡിയം ഓർ ഗാലിയം ശരിയാണ്. ബോറോൺ ഒരു ട്രൈവാലന്റ് മൂലകമാണ്. ഇത് ചേർക്കുമ്പോൾ സെമി കണ്ടക്ടറിൽ ഹോൾസ് പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നു. അങ്ങനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ ലഭിക്കുന്നു. ആൻറ്റിമണി അതും തെറ്റാണ്. ഹിന്റ് പി ടൈപ്പ് എന്നാൽ പോസിറ്റീവ് ഹോൾസ് കൂടുതൽ എന്നും N ടൈപ്പ് എന്നാൽ നെഗറ്റീവ് ഇലക്ട്രോൺസ് കൂടുതൽ എന്നും ഓർക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 16. ടോപ്പിക് കറന്റ് ഡെൻസിറ്റി. ഒരു കണ്ടക്ടറിൻ്റെ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയയിലൂടെ ഒഴുകുന്ന കറന്റിൻ്റെ അളവിനെ വിളിക്കുന്ന കറന്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ ആംപിയർ പെർ മീറ്റർ തെറ്റാണ്. ഓപ്ഷൻ ബി ആംപിയർ പെർ മീറ്റർ.
എയർ പെർ മീറ്റർ സ്ക്വയർ ശരിയാണ്. കറന്റ് ഡെൻസിറ്റി ജൂൾ ഇസ് ഈക്വൽ ടു കറന്റ് ഡിവൈഡഡ് ബൈ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എ. അതിനാൽ ഇതിൻ്റെ യൂണിറ്റ് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓം പെർ മീറ്റർ തെറ്റാണ്. വോൾട്ട് പെർ മീറ്റർ തെറ്റാണ്. വയർമാൻ പരീക്ഷകളിൽ വയറിൻ്റെ കപ്പാസിറ്റി പറയാൻ എ പെർ mm² എന്ന യൂണിറ്റും പ്രാക്ടിക്കലായി ഉപയോഗിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 17 ടോപ്പിക് ഫ്യൂസിംഗ് ഫാക്ടർ. ഒരു ഫ്യൂസ് വയറിൻ്റെ കാര്യത്തിൽ ഫ്യൂസിംഗ് ഫാക്ടർ എന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ എപ്പോഴും 1 കുറവ് <1 തെറ്റാണ്. എപ്പോഴും 1 തുല്യം =1 തെറ്റാണ്. ഓപ്ഷൻ സി എപ്പോഴും 1 കൂടുതൽ <1. ഉത്തരം ശരിയാണ്. ഫ്യൂസിംഗ് ഫാക്ടർ ഇസ് ഈക്വൽ ടു മിനിമം ഫ്യൂസിംഗ് കറന്റ് ഡിവൈഡഡ് ബൈ റേറ്റഡ് കറന്റ് ഓഫ് ഫ്യൂസ് എന്നതാണ്. ഫ്യൂസ് ഇരുകാനുള്ള കറന്റ് എപ്പോഴും അതിൻ്റെ നോർമൽ കറന്റിനേക്കാൾ കൂടുതൽ ആയതിനാൽ ഫ്യൂസിംഗ് ഫാക്ടർ എപ്പോഴും 1 കൂടുതൽ ആയിരിക്കും. ഓപ്ഷൻ ഡി 0 ആയിരിക്കും. തെറ്റാണ്. ഹിന്റ് സാധാരണ കിറ്റ്കാറ്റ് ഫ്യൂസുകൾക്ക് ഇത് 1.4 മുതൽ 1.7 വരെയും HRC ഫ്യൂസുകൾക്ക് ഇത് 1.1 വരെയും ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 18 ടോപ്പിക് ഐഡിയൽ കറന്റ് സോഴ്സ്. ഒരു ഐഡിയൽ കറന്റ് സോഴ്സിന് ഉണ്ടായിരിക്കേണ്ട ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണ്? ഓപ്ഷൻ എ 0 തെറ്റാണ്. ഇത് ഐഡിയൽ വോൾട്ടേജ് സോഴ്സിൻ്റെ പ്രത്യേകതയാണ്. ഓപ്ഷൻ ബി ഇൻഫിനിറ്റ് അനന്തം ശരിയാണ്. ഒരു ഐഡിയൽ കറന്റ് സോഴ്സിന് പാരലൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എപ്പോഴും ഇൻഫിനിറ്റി ആയിരിക്കും. എങ്കിൽ മാത്രമേ ലോഡ് മാറിയാലും കറന്റ് ഒരുപോലെ സ്ഥിരമായി തരാൻ അതിന് കഴിയുകയുള്ളൂ. ഓപ്ഷൻ സി 1 ohm തെറ്റാണ്. ഓപ്ഷൻ ഡി ലോഡ് റെസിസ്റ്റൻസിന് തുല്യം തെറ്റാണ്. ഹിന്റ് വോൾട്ടേജ് സോഴ്സിന് 0-ഉം കറന്റ് സോഴ്സിന് ഇൻഫിനിറ്റിയും ആണ്. ഐഡിയൽ വാല്യൂസ് മാറിപ്പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 19 ടോപ്പിക് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. കിർച്ചോഫ്സിൻ്റെ വോൾട്ടേജ് നിയമം KVL താഴെ പറയുന്നവയിൽ ഏത് തരം സർക്യൂട്ടുകളിലാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്? ഓപ്ഷൻ എ ലൂപ്പുകൾ ഇല്ലാത്ത സർക്യൂട്ടിൽ തെറ്റാണ്. KVL പ്രയോഗിക്കാൻ അടഞ്ഞ പാത ക്ലോസ്ഡ് ലൂപ്പ് നിർബന്ധമാണ്. ഓപ്ഷൻ ബി ഏത് തരം ക്ലോസ്ഡ് ലൂപ്പ് സർക്യൂട്ടുകളിലും. ഉത്തരം ശരിയാണ്. സർക്യൂട്ട് ലീനിയർ ആയാലും നോൺ ലീനിയർ ആയാലും ക്ലോസ്ഡ് പാത്ത് ഉണ്ടെങ്കിൽ അവിടെ KVL നിയമം σV = 0 പൂർണ്ണമായും ബാധകമാണ്. ഓപ്ഷൻ സി AC സർക്യൂട്ടുകളിൽ മാത്രം തെറ്റാണ്. ഇത് DC സർക്യൂട്ടിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി ഓപ്പൺ സർക്യൂട്ടിൽ മാത്രം തെറ്റാണ്. ഹിന്റ് ഇതിനെ മെഷ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ എന്നും PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 20 ടോപ്പ് പവർ ഡെസിപ്പേഷൻ ഇൻ റെസിസ്റ്റേഴ്സ്. ഒരു റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് ഇരട്ടിയാക്കിയാൽ ആ റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന ഹീറ്റ് അല്ലെങ്കിൽ പവർ ഡെസിപ്പേഷൻ എത്ര മടങ്ങായി വർദ്ധിക്കും? ഓപ്ഷൻ എ 2 മടങ്ങ്. റീസൺ തെറ്റാണ്. ഓപ്ഷൻ ബി 4 മടങ്ങ് ശരിയാണ്. പവർ ഫോർമുല P = I² × R ആണ്. ഇവിടെ പവർ എന്നത് കറന്റിൻ്റെ വർഗത്തിന് സ്ക്വയറിന് നേർ അനുപാതത്തിലായിരിക്കും. കറന്റ് 2 മടങ്ങാകുമ്പോൾ പവർ 2² = 4 മടങ്ങായി വർദ്ധിക്കും. 8 മടങ്ങ് തെറ്റാണ്. ഓപ്ഷൻ ഡി മാറ്റമില്ലാതെ തുടരും തെറ്റാണ്. ഹിന്റ് ഇതുകൊണ്ടാണ് വയറുകളിൽ കറന്റ് അല്പം കൂടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് അമിതമായി ചൂടാകുന്നത്.